PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് 9 മണിക്ക് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ബയോളജിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. തീർന്നാൽ ഉടനെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവർ ആകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ്. നമ്മൾ കാലത്ത് പഠിക്കുന്ന GK പോർഷൻസ് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു റിവിഷൻ പോലെ ലൈവായിട്ട്. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അതും ലൈവ് തന്നെയാണ്. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരാണെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷം തുടക്കം മുതൽ കണ്ടുവരാം കേട്ടോ. നമ്മൾ ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടിട്ട് ക്ലാസ് 1, ക്ലാസ് 2 എന്നും പറഞ്ഞ് ടെലിഗ്രാമിൽ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്, നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ, ദേശീയ പാർട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന മൗലിക അവകാശങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സമിതി, നിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കാര്യനിർവഹണ വിഭാഗം, അതൊക്കെ ഉൾപ്പെടുന്ന കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്ററും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്നും. അപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് നോക്കാം. 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ആണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. 5th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഗ്രാമസഭ? അതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ അങ്ങനെ കുറെ ആളുകളൊക്കെ കൂടിയിരിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദി, അതാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണേ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രാമസഭ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേരെന്താ? വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദിയാണ്. ഗ്രാമസഭ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വാർഡ് സഭ എന്ന് പറയുന്നത്. ഇനി അപ്പൊ ആരാണ് ഈ വാർഡ് മെമ്പർ എന്ന് പറയുന്നത്? വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ് വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ വാർഡ് മെമ്പറെ നഗരങ്ങളിൽ പറയുന്ന പേരെന്താ? കൗൺസിലർ എന്നാണ്. അപ്പൊ വാർഡ് മെമ്പർ എന്ന് പറയുന്നത് കൗൺസിലർ, രണ്ടുപേരും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഗ്രാമസഭ, ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദി. ഗ്രാമസഭ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേരെന്താണ്? വാർഡ് സഭ. ഇനി വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ്. അപ്പൊ ഈ വാർഡ് മെമ്പർ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് എന്താ? കൗൺസിലർ എന്ന് പറയുന്നത്. കൗൺസിലർ. ഇനി ഈ ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയും അല്ലെ. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരിട്ട് പങ്കാളികളാവാനും കഴിയും, തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയും.
എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് അല്ലെ. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ്. അപ്പോ ജനാധിപത്യം അല്ലെ, ജനാധിപത്യം എന്ന് പറയുന്നതിനെ കുറിച്ച് ഓരോരുത്തരുടെ വ്യൂല് അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ എങ്ങനെയാണ് അവർ കൺവേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ആശയം എങ്ങനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഓരോരുത്തരും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. മഹാത്മാഗാന്ധിയുടെ നോട്ടത്തിൽ ജനാധിപത്യം എന്താണ്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. അതാണ് മഹാത്മാഗാന്ധിയുടെ വാക്ക്. അപ്പൊ ഇത് നമുക്ക് PSCക്ക് എങ്ങനെ ചോദിക്കാം? ഈ വേർഡ്സ് തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ് അങ്ങനെ ചോദിക്കും. അപ്പൊ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇനി ജനാധിപത്യത്തെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞത് എങ്ങനെയാണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. അമർത്യാസെൻ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് അമർത്യാസനാണ്. അപ്പോൾ ഈ 3 പേരുടെ വാക്കുകളും ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. എബ്രഹാം ലിങ്കൺ പറഞ്ഞത് എന്താ? ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അമർത്യാസൻ പറഞ്ഞത് ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ഓക്കെ, ഇനി എന്താണ് അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത്? എന്താണ് ജനാധിപത്യം? ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളികളാവാൻ കഴിയുന്ന ഭരണ സംവിധാനത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഓരോ പൗരനും എന്താ? ഭരണത്തിൽ പങ്കാളിയാവാനായിട്ട് കഴിയുന്ന ഭരണ സംവിധാനത്തെയാണ് ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത് ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിലാണ്. ജനാധിപത്യം എന്ന് പറയുന്ന അർത്ഥം വരുന്നതാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം. ഇത് എവിടെ നിന്ന് വന്നതാണ്? ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതുപോലെ ജനം എന്ന അർത്ഥമുള്ള ഡെമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ് എന്ത്? ഡെമോക്രാറ്റിയ എന്ന് പറയുന്നത്. അപ്പൊ ഡെമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം, അതുപോലെ ക്രാറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അധികാരം. ഇത് രണ്ടും കൂടെ ചേർന്ന വേർഡാണ് ഡെമോക്രാറ്റിയ. ആ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന് പറയുന്ന, ജനാധിപത്യം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കുക, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നറിയപ്പെടുന്നത്. എന്താണ് ജനാധിപത്യം? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ജനാധിപത്യം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യവുമുണ്ട്, പരോക്ഷ ജനാധിപത്യവുമുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യവുമുണ്ട്, പരോക്ഷ ജനാധിപത്യമുണ്ട്. എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ഒരു ജനാധിപത്യത്തില് പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുകയാണെങ്കിൽ അത്തരം ജനാധിപത്യത്തെയാണ് നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയാം. ഒരു ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ആര് നേരിട്ടെടുക്കുന്നു? ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. അതിനെയാണ് നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയാം. ഇനി പരോക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന രൂപത്തിലുള്ള ജനാധിപത്യത്തെയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോ ജനങ്ങൾ നേരിട്ട് ജനാധിപത്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രത്യക്ഷ ജനാധിപത്യവും, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന രൂപത്തിലുള്ള ജനാധിപത്യത്തെ എന്തെന്ന് പറയുന്നു? പരോക്ഷ ജനാധിപത്യം എന്നാണ് പറയുന്നത്. അപ്പോ ഇതിന് ഉദാഹരണം എന്ന് പറയുമ്പോൾ സംസ്ഥാന നിയമസഭ, പാർലമെന്റ്, ഇതെല്ലാം എന്താണ്? പ്രാതിനിധ്യ ജനാധിപത്യമാണ്, അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം.
പരോക്ഷ ജനാധിപത്യത്തെ എന്തും കൂടെ പറയുന്നുണ്ട്, പ്രാതിനിധ്യ ജനാധിപത്യം എന്നും കൂടെ ഒരു പേരുണ്ട്. പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രതിനിധികളാണ് തീരുമാനമെടുക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ, പ്രതിനിധികൾ തീരുമാനമെടുക്കുന്നു. അപ്പൊ പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം, അതിന് ഉദാഹരണമാണ് സംസ്ഥാന നിയമസഭ, പാർലമെന്റ്. ഓക്കെ, സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണോ? അല്ല, അവര് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ്. അപ്പോ അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിനിധികൾ തീരുമാനമെടുക്കുന്നു. അതിനെയാണ് പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം. ഉദാഹരണം പാർലമെന്റ്, സംസ്ഥാന നിയമസഭ. ഓക്കെ, ഇനി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? ജനാധിപത്യവും തിരഞ്ഞെടുപ്പിനെയും കുറിച്ചാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, അല്ലെ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ത്യയിൽ എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം ഉള്ളത്? നമുക്കറിയാം 18 വയസ്സാണ്, അല്ലെ? 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എന്തുണ്ട്? വോട്ടവകാശം ഉണ്ട്. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എന്തുണ്ട്? വോട്ടവകാശം ഉണ്ട്. ഇനി നമുക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ഘട്ടങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ആദ്യം എന്താണ് ചെയ്യുക? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. അപ്പൊ ഇത് നമുക്ക് PSC എങ്ങനെ ചോദിക്കാം? താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ അതിന്റെ ഓർഡർ ഡിസോർഡറിൽ തന്നിട്ട് അതിന്റെ ശരിയായ ഓർഡർ ഏതാണ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാ? ആദ്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, അല്ലെ? എന്തിന്റെയും നമ്മൾ വിജ്ഞാപനം പുറപ്പെടുവിക്കും ആദ്യം. അപ്പൊ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. അത് കഴിഞ്ഞ് എന്ത് വേണം? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം, അല്ലെ? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. ദെൻ അതിനുശേഷം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് അടുത്ത ഘട്ടം. അത് കഴിഞ്ഞാലോ അത് പിൻവലിക്കണം, അല്ലെ? നാമനിർദ്ദേശ പത്രിക എന്ത് ചെയ്യണം? പിൻവലിക്കണം. പിൻവലിച്ചു കഴിഞ്ഞാൽ ദെൻ എന്താ? വോട്ടെടുപ്പ് നടക്കും. അത് കഴിഞ്ഞാൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പൊ ഇതാണ് തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ഘടകവും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിയമവാഴ്ച. നിയമവാഴ്ച എന്ന് പറയുന്ന ഘടകമാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ആദ്യത്തെ ഘടകം. എന്താണ് നിയമവാഴ്ച? അതായത് എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ്, അല്ലെ? അതാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. അതാണ് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും എന്തുണ്ട്? ബാധ്യതയുണ്ട്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് എന്ത്? നിയമവാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് എന്ത്? നിയമവാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ഘടകം. രണ്ടാമത്തെ ഘടകമാണ് അവകാശങ്ങൾ. അവകാശങ്ങൾ എന്താണ്? അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള അവകാശങ്ങളുണ്ട്, അല്ലെ? അപ്പോ നമുക്കറിയാം വിദ്യാഭ്യാസ അവകാശ നിയമം, മോട്ടോർ വാഹന നിയമം, വിവരാവകാശ നിയമം, വൃദ്ധജന പരിപാലന നിയമം. ഇതെല്ലാം എന്താണ്? അവകാശങ്ങളാണ്. അതിന്റെ ലഭിക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കുക, അവകാശങ്ങൾ വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളെയാണ് നമ്മൾ അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് അവകാശങ്ങൾ? വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. വിവിധ അവകാശങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ അതിലെ അവകാശങ്ങൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം
എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത്? 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന നിയമമാണ് എന്ത്? വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്, അല്ലെ? വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത് എന്താണ്? 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. ദെൻ വിവരാവകാശ നിയമം എന്താ? വിവരാവകാശ നിയമം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ അനുവാദം നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ അവകാശങ്ങൾ, അതാണ് അവിടെ പറയുന്നത് അവകാശങ്ങളെ കുറിച്ച്. ഇനി അടുത്ത ഘടകമാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് സാമൂഹ്യ സാമ്പത്തിക നീതി. സാമൂഹ്യ സാമ്പത്തിക നീതി എന്താണിത്? എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. നമ്മൾ പറഞ്ഞു, പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം എന്ത് ചെയ്യുന്നത്? അർത്ഥവത്താവുന്നത്. സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന് പറയുന്ന ഘടകം എന്താണ്? സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ചില ആശയങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? അടിമത്വം, സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇതെല്ലാം എന്തിനെതിരാണ്? സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ഘടകം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള മറ്റു ഘടകമാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ആകാശവാണി, ദൂരദർശൻ എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് എന്ത്? മാധ്യമങ്ങൾ. നമുക്കറിയാം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങൾ വഴിയാണ്, അല്ലെ? പത്രങ്ങളിൽ നിന്നും നമ്മൾ വാർത്തകൾ കണ്ടിട്ടും, അല്ലെ, ടി വിയിൽ ന്യൂസ് കണ്ടിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നു. അതുപോലെ തന്നെ ജനങ്ങളിലോട്ട് ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ എത്തുന്നു. ഇതെല്ലാം മാധ്യമങ്ങൾ വഴിയാണ്, നമുക്കറിയാം. ഇനി ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ട് ഘടകങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രതിപക്ഷം. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? പ്രതിപക്ഷമാണ്, അല്ലെ? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് ആരുടെ ധർമ്മം? പ്രതിപക്ഷത്തിന്റെ ധർമ്മം. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു. അതിനോടൊപ്പം തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം ആരും ഉണ്ടാവുന്നുണ്ട്? പ്രതിപക്ഷവും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പ്രതിപക്ഷമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത്. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയറിൽ. ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നെ SCRTയിൽ നിന്നും എടുത്തിട്ടാണ് ചോദിച്ചത് ഇങ്ങനെയാണ്: ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചാൽ മതി. ഇതിൻ്റെ PDF ഞാൻ ഇട്ട് തരുമല്ലോ, അപ്പോൾ വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 തിരഞ്ഞെടുപ്പും ജനാധിപത്യം. അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് നോക്കാം. 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം
തന്നെ ആദ്യ വോട്ടർ നേഗി ഇന്ന് വീണ്ടും ബൂത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പത്രവാർത്തയുടെ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് വായിക്കാം. അവിടെ നിന്ന് നമുക്ക് കുറേ ചോദ്യങ്ങൾ കിട്ടുന്ന ഒരു കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. കിനാർ, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ കിനാറിലെ കൽപ്പ പോളിംഗ് ബൂത്ത് ഒരു VIP വോട്ടറെ കാത്തിരിക്കുകയാണ്. ശ്യാം സരൺ നേഗി എന്ന 97-കാരനെ, ആരാണ്? ശ്യാം സരൺ നേഗി എന്ന 97-കാരനെ 1951 ഒക്ടോബർ 25 അദ്ദേഹം രേഖപ്പെടുത്തിയ വോട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് ചെയ്തത് ആരാണ്? ശ്യാം സരൺ നേഗിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 1951 ഒക്ടോബർ 25 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ട് ചെയ്യുന്നത്. അത് ആരാണ് ചെയ്തത്? ശ്യാം സരൺ നേഗിയാണ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1952 ഓക്കെ, 1952 തിരഞ്ഞെടുപ്പ് നടന്നത്. അതായത് വോട്ട് ചെയ്തത്, ഇലക്ഷൻ നടന്നത് 1951, റിസൾട്ട് വരുന്നത് 1952. അപ്പോൾ 51-52 കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. പക്ഷേ സമുദ്രനിരപ്പിൽ നിന്ന് 2759 മീറ്റർ ഉയരത്തിൽ എപ്പോഴും മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന കിനാറിൽ 6 മാസം മുൻപ് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് നേഗി ആദ്യം വോട്ട് രേഖപ്പെടുത്തുന്നതും അത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതും. ഓക്കെ, അപ്പോൾ കിനാറിലാണ്, ഓക്കെ, ഹിമാചൽ പ്രദേശിലെ കിനാറിലാണ് ആദ്യത്തെ വോട്ട് നടക്കുന്നത്. 1951 ഒക്ടോബർ 25 ഇലക്ഷൻ നടക്കുന്നു, ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, 6 മാസം മുന്നേ എന്നല്ലേ പറഞ്ഞത്. പിന്നെ 1952 റിസൾട്ട് വരുന്നത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം സരൺ നേഗിയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിലില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ. ഓക്കെ, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അതിനുശേഷം 27 തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്ത അദ്ദേഹം ഇത്തവണയും സമ്മതിദാനാവകാശം പാഴാക്കിയില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ നേഗിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ആരായിരുന്നു? നേഗി ആയിരുന്നു. യുവതലമുറയോട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത്. അപ്പോൾ രണ്ടും പറഞ്ഞത് ആരാണ്? നേഗിയാണ്. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്, അതിലില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞതും, വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കുവാനുള്ള കർത്തവ്യമാണത് എന്ന് പറഞ്ഞതും ആരാണ്? നേഗിയാണ്. ഓക്കെ, അപ്പോൾ ഈ കോളത്തിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. നോക്കുക, ഇന്ത്യയിലെ ആദ്യ വോട്ടറായ ശ്യാം സരൺ നേഗി. അപ്പോൾ ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം സരൺ നേഗിയാണ്. അപ്പോൾ അദ്ദേഹം വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശമാണ് നമ്മളിപ്പോൾ വായിച്ചത്. തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നേഗിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായല്ലോ. ജനാധിപത്യ രാജ്യങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനമാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് എന്താണ്? ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനമാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പുകളില്ലാതെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുകയില്ല. ഓക്കെ, ഇനി ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കുക, തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പുകൾ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. ഓക്കെ, തിരഞ്ഞെടുപ്പുകൾ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു. അല്ലെ, തിരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു. ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു. അല്ലെ, ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു. ഭരണാധികാരികൾ ജനാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കാരണമാവുന്നു. ഓക്കെ, ഭരണാധികാരികൾ ജനാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കാരണമാകുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ജനാധിപത്യത്തിലെ തിരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രാധാന്യം നമ്മൾ പഠിച്ചു. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. എന്നാൽ ഈ രാജ്യങ്ങളിലെല്ലാം സ്വീകരിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് രീതികളും സമ്പ്രദായങ്ങളും എങ്ങനെയാണ്? വ്യത്യസ്തമാണ്.
ചില രാജ്യങ്ങളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും മറ്റു ചില രാജ്യങ്ങളിൽ പരോക്ഷ തിരഞ്ഞെടുപ്പും സ്വീകരിച്ചിരിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വിവിധ പ്രാതിനിധ്യ സ്ഥാപനങ്ങളിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് രീതികൾ താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രീതികളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുപ്പ് രീതികളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, രണ്ട് പരോക്ഷ തിരഞ്ഞെടുപ്പ്. അതിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിൽ വരുന്നതാണ് ലോക്സഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ. പരോക്ഷ തിരഞ്ഞെടുപ്പിൽ വരുന്നതാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ. ഓക്കെ, അപ്പോൾ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രതിനിധികളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ലോക്സഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ്? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് അല്ലേ? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ ഇതെങ്ങനെയാണ്? പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് അല്ലേ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാംഗങ്ങൾ എന്നിവയുടെ തിരഞ്ഞെടുപ്പുകൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ്. ഓക്കെ, ഇനി ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച പ്രതിനിധികളാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് പരോക്ഷം എന്ന് പറയുന്നത് അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി. അപ്പോൾ ലോക്സഭ, സംസ്ഥാന നിയമസഭ, പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതിനെ നമ്മൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്നും, ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ലോക്സഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്. അതുകൊണ്ട് അതിനെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. ഇനി പരോക്ഷ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച പ്രതിനിധികളാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് എന്ത്? പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും പരോക്ഷ തിരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസം നോക്കി കൊടുത്തിട്ടുള്ളത്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ക്ലാസ് പ്രതിനിധി, പരോക്ഷ തിരഞ്ഞെടുപ്പ് സ്കൂൾ ചെയർമാൻ, പഞ്ചായത്ത് മെമ്പർ, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ആ ഒരു ഡിഫറൻസ് അവിടെ അറിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താന്ന് നോക്കാം. പ്രത്യക്ഷ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതികൾ നമ്മളിപ്പോൾ കണ്ടു അല്ലെ? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷവും, അല്ലാതെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളിലൂടെ തിരഞ്ഞെടുക്കുന്നത് പരോക്ഷവുമാണ്. ഇന്ത്യയിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായം ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് രീതിയിലാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ആദ്യം രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇലക്ഷൻ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? രാജ്യത്തെ ആദ്യം വിവിധ നിയോജക മണ്ഡലങ്ങളാക്കി തിരിക്കും. ഓരോ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കും. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്നത് ആരാണോ അയാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ലളിതവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത് ലളിതവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഭൂരിഭാഗം ജനാധിപത്യ രാജ്യങ്ങളും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. എന്താണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ? ഇന്ത്യയിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിൽ എന്താണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ലോക്സഭ, ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ പ്രത്യക്ഷ
തിരഞ്ഞെടുപ്പ് രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഓക്കെ, ഇനി പഞ്ചായത്ത് നഗര സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾ, ലോക്സഭ എന്നിവിടങ്ങളിലേക്കുമുള്ളതൊക്കെയാണ് നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നോക്കുന്നത്. ഇനി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എവിടെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാന നിയമസഭകളിലെ MLA-മാരാണ്. ഓക്കെ, സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? അതത് സംസ്ഥാന നിയമസഭകളിലെ MLA-മാരാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലത്തിന് ആനുപാതികമായി അവർക്ക് രാജ്യസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പം ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന വോട്ട് ചെയ്ത് ഇലക്ഷൻ നടത്തി വോട്ട് ചെയ്ത് ഓരോ പ്രതിനിധികൾ മത്സരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു. അതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, ലോക്സഭ പോലുള്ള പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലാണ് അത് നടക്കുന്നത്. ഇനി പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്നത് ഏതാണ്? അത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ വരുന്നതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഇവിടെ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? അതത് സംസ്ഥാനങ്ങളിലെ MLA-മാരാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് നിയോജക മണ്ഡലങ്ങൾ നോക്കുക. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെയും കാസർഗോഡ് ജില്ലയിൽപ്പെട്ട മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൻ്റെയും ഭൂപടമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോക്കുക, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം, കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും ഒരേ മണ്ഡലത്തെയാണോ പ്രതിനിധീകരിക്കുന്നത്? അല്ലേ, വ്യത്യസ്ത മണ്ഡലങ്ങളെയാണ് അവ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും വ്യത്യസ്ത മണ്ഡലങ്ങളെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ഭൂപ്രദേശ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ ഭൂപ്രദേശ മേഖലകളാണ് നിയോജക മണ്ഡലങ്ങൾ. ഓക്കെ, അപ്പോൾ ഓരോ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് എന്ത് ചെയ്യും? ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശവും ചെറിയ 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 ഭൂപ്രദേശങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഭൂപ്രദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ നിയോജക മണ്ഡലത്തിലും ഏകദേശം തുല്യ ജനസംഖ്യയാണ് ഉണ്ടാവുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ അനുപാതത്തിൽ 543 നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മുടെ രാജ്യത്തിൽ ജനസംഖ്യാനുപാതത്തിൽ എത്ര നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്? 543 നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഓരോ സംസ്ഥാനത്തും ജനസംഖ്യാനുപാതത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കേരള സംസ്ഥാനത്ത് ഇപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഉള്ളത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സംവരണ മണ്ഡലങ്ങൾ. സംവരണ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പിന്തുടരുന്നതിനാൽ പ്രബല വിഭാഗക്കാർ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയായതുകൊണ്ട് തന്നെ പ്രബല വിഭാഗക്കാർ എല്ലാ മണ്ഡലങ്ങളിലും എന്തിനുള്ള സാധ്യതയുണ്ട്? വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സമൂഹത്തിലെ ദുർബലരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെയും പ്രാതിനിധ്യം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉറപ്പുവരുത്തേണ്ടതല്ലേ? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഇത്തരം വിഭാഗക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സംവരണ മണ്ഡലങ്ങൾ എന്ന തത്വം നടപ്പിലാക്കിയത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സംവരണ മണ്ഡലം കൊണ്ടുവന്നത്? നോക്കുക, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എങ്ങനെയുള്ളവരുടെ ദുർബലരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെയും സംവരണം ഉറപ്പാക്കേണ്ടതുണ്ട്. അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. ഇതുപ്രകാരം ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും
ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംവരണ മണ്ഡലങ്ങൾ വഴി ഇന്ത്യയിൽ എന്താണ് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. സംവരണം ചെയ്ത മണ്ഡലങ്ങളിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരിക്കും. ലോകസഭയിൽ 84 സീറ്റുകൾ പട്ടികജാതിക്കാർക്കും 47 സീറ്റുകൾ പട്ടികവർഗക്കാർക്കും ഇപ്പോൾ സംവരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോക്സഭയിൽ 84 സീറ്റുകൾക്കും പട്ടികജാതിക്കാർക്കും 47 സീറ്റുകൾ പട്ടികവർഗക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നോക്കുക. സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനം തിരഞ്ഞെടുപ്പുകളെ സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ അനിവാര്യമാണ്. അല്ലെ, സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനം തിരഞ്ഞെടുപ്പുകളെ സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതലായവ. അപ്പോൾ എന്താണ് സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സുതാര്യവും നിഷ്പക്ഷവുമാക്കുവാൻ വേണ്ടിയിട്ട് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് എന്തൊക്കെ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതലായവ. ഇനി എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് നോക്കുക. 1905 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, ശ്രീമൂലം പ്രജാസഭ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 1. വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവർ. 2. വാർഷിക വരുമാനം 2000 രൂപയിൽ കുറയാത്തവർ. അപ്പോൾ 1905 കാര്യമാണ് പറയുന്നത്. 1905 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഈ പ്രായപൂർത്തി വോട്ടവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിന് അർഹരായവർ ആരൊക്കെയാണ്? വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവരും വാർഷിക വരുമാനം 2000 രൂപയിൽ കുറയാത്തവർക്കുമായിരുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. തിരുവിതാംകൂറിൽ മുമ്പ് നിലവിലുണ്ടായിരുന്ന വോട്ടവകാശത്തിന്റെ മാനദണ്ഡമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? എന്താണ്? വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ വേണം, വാർഷിക വരുമാനം 2000 രൂപയിൽ കുറയാതെ വേണം. ഇനി ഇന്ന് വോട്ടവകാശത്തിന്റെ മാനദണ്ഡം എന്തൊക്കെയാണ് നോക്കുക. ഇവിടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടനാ അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26 വരുന്നത്. ഏത് അനുച്ഛേദത്തിലാണ് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നത്? അനുച്ഛേദം 326 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് വോട്ടിംഗ് പ്രായം എന്താക്കി? 21 നിന്നും 18 കുറച്ചു. ഓക്കെ, അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26 ഏത് അനുച്ഛേദം? അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും എത്രയായിട്ട് കുറച്ചു? 18 വയസ്സായിട്ട് കുറച്ചു. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. രാജ്യത്തെ വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിക്കുവാൻ കാത്തു നിൽക്കുകയാണ്. വോട്ട് ചെയ്ത പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് വോട്ടവകാശം. നമുക്കറിയാം അല്ലെ, വോട്ട് ചെയ്ത പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് വോട്ടവകാശം. പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ സമ്മതിദായകർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ സമ്മതിദായകർ അല്ലെങ്കിൽ ഇലക്ടേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇത് വോട്ടവകാശം എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ വോട്ടവകാശം സാർവത്രികമാണ്. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ
പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള അർഹതയുണ്ട്. അപ്പോൾ ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് എന്ത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇന്ത്യയിൽ എന്താണ്? വോട്ടവകാശമുണ്ട്. അപ്പോൾ അത് നമ്മൾ നിലവിൽ വന്ന കാര്യവും എല്ലാം പറഞ്ഞു. എങ്ങനെയാണ് ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുക? എങ്ങനെയാണ്? 1. നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം. ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകണം. സമ്മതിദാന പ്രദേശത്ത് 6 മാസ കാലയളവിൽ താമസക്കാരനാവണം. എങ്കിലാണ് ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാനായിട്ട് പറ്റുക. ഓക്കെ, എന്തൊക്കെയാണ്? നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം. ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകണം. സമ്മതിദാന പ്രദേശത്ത് 6 മാസ കാലയളവിൽ താമസക്കാരനാവണം. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. ഇനി മാറുന്ന വോട്ടിംഗ് രീതികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് കാലത്തെ വോട്ടിംഗ് രീതിയിൽ നിന്ന് ഇന്ന് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരും തിരഞ്ഞെടുപ്പ് ചിഹ്നവും പ്രദർശിപ്പിച്ച പ്രത്യേക ബാലറ്റ് പെട്ടികൾ പോളിംഗ് ബൂത്തിൽ സജ്ജീകരിക്കുകയും സമ്മതിദായകർ തങ്ങൾ ലഭിക്കുന്ന എഴുതാത്ത ബാലറ്റ് പേപ്പർ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന വോട്ടിംഗ് രീതിയായിരുന്നു ആദ്യത്തെ 2 പൊതു തിരഞ്ഞെടുപ്പുകളിൽ പിന്തുടർന്നത്. സമ്മതിദായകർ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ സ്ഥാപിച്ച ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് 2ാം പൊതു തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. 1990കളുടെ അവസാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് രാജ്യത്തെ എല്ലായിടത്തും തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും ജനപ്രതിനിധിയാകാനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റ് അയോഗ്യതകൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. മത്സരിക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രപതിയാവാനുള്ള തിരഞ്ഞെടുപ്പിലുള്ള പ്രായപരിധി എത്രയാണ്? കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. ഉപരാഷ്ട്രപതിയാവാനും 35 വയസ്സ്. രാജ്യസഭാ അംഗമാകാൻ 30 വയസ്സ്. ലോക്സഭാ അംഗമാവാൻ 25 വയസ്സ്. സംസ്ഥാന നിയമസഭാ അംഗമാവാൻ 25 വയസ്സ്. നഗരസഭയിലാണെങ്കിൽ 21, പഞ്ചായത്തിലാണെങ്കിൽ 21. അപ്പോൾ ഈ പ്രായപരിധി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു കോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി അടുത്തത് സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നോക്കുക, സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനാധിപത്യം ഫലപ്രദമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. ഇത് സാധ്യമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജനാധിപത്യം ഫലപ്രദമാകണമെങ്കിൽ എന്ത് വേണം? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. ഇത് സാധ്യമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഓക്കെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനിലില്ല. ആവശ്യമായി വരുന്ന എല്ലാ സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികൾക്കായിട്ട് നിയമിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം നടത്തുന്നത് ആരാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ കുറേ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ മുതൽ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള 2ാം ഘട്ട പരിശീലനം ആരംഭിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മധ്യത്തോടെ. തിരഞ്ഞെടുപ്പ് തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് കുറേ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സൂചകങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവ പരിശോധിച്ച്
തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഹിക്കുന്ന ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നോക്കുക എന്തൊക്കെയാണ്. ഒന്ന്, തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ. 2, വോട്ടർ പട്ടിക തയ്യാറാക്കൽ. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ. ഓക്കെ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന്, തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. ഒന്ന്, തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. ഇത്രയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. ഓക്കെ, അടുത്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. ഇപ്പോൾ ഏതാണ് ഭരണഘടനാ ഭേദഗതി? 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനഭിലഷണീയ പ്രവർത്തനങ്ങൾ. നോക്കുക, തിരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിപൂർവമാക്കാനായിട്ട് നാം സ്വീകരിച്ച നടപടിക്രമങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനും പൂർണ്ണമായി ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കാൻ സാധ്യമല്ല. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ചില ന്യൂനതകളുണ്ട്. അപ്പം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ന്യൂനതകൾ എന്തൊക്കെയാണ്? ഒന്ന്, പണത്തിൻ്റെ സ്വാധീനം. അതായത് തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അമിതമായിട്ട് പണം ചെലവഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പണത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ഒരു ന്യൂനതയാണ്. അടുത്തത്, തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച അതിക്രമങ്ങൾ, അല്ലെ, പോളിംഗ് ദിനത്തിലുണ്ടാവുന്ന അതിക്രമങ്ങൾ, തിരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും, ഇതെല്ലാം അതിൽ വരുന്നതാണ്. ഈ അടുത്തൊരു ന്യൂനത എന്ന് പറയുന്നത് ജാതി മത വിഭാഗങ്ങളുടെ സ്വാധീനം. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതി മത പരിഗണനകൾ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് അടുത്തൊരു ന്യൂനതയാണ്. ദെൻ സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ ന്യൂനതകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പണത്തിന്റെ സ്വാധീനം, തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള അതിക്രമങ്ങൾ, ജാതിമത വിഭാഗങ്ങളുടെ സ്വാധീനം, സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ് എന്നിവയാണ്. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ന്യൂനതകളാണ് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ അനിവാര്യമാക്കുന്നത്. അപ്പം ഇങ്ങനെ ന്യൂനതകൾ ഉണ്ടാകുമ്പോൾ അത് പരിഷ്കരിക്കുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. തിരഞ്ഞെടുപ്പ് സമ്പ്രദായം എങ്ങനെ പരിഷ്കരിക്കാൻ സാധിക്കും? അതായത് തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. ഇപ്പോൾ കള്ള വോട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആരാണോ വോട്ട് ചെയ്യുന്നത് അവരുടെ തിരിച്ചറിയൽ കാർഡ് വേണം എന്നുള്ളത്, അല്ലെ, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് വേണം എന്നുള്ള നിബന്ധന ഏർപ്പെടുത്തി. സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിൻ്റെ പരിധി നിശ്ചയിച്ചു. ഓക്കെ, എത്രത്തോളം തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എത്രത്തോളം ചിലവ് വഹിക്കാം എന്നുള്ളതിനൊരു പരിധി നിശ്ചയിച്ചു. ഓക്കെ, കള്ളപ്പണം കൊടുക്കലും കൈക്കൂലി കൊടുക്കുന്നത് അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിൻ്റെ പരിധി നിശ്ചയിച്ചു. രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. ഓക്കെ, രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കി. ഓക്കെ, തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കി. സമ്മതിദായകരുടെ ഫോട്ടോ പതിപ്പിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അല്ലെ, വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. നിഷേധ വോട്ട് സമ്പ്രദായം നടപ്പിലാക്കി. ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിലെ ന്യൂനതകൾ മാറ്റുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞു നിഷേധ വോട്ട് സമ്പ്രദായം നടപ്പിലാക്കി, ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി എന്നുള്ളത്, അല്ലേ. അപ്പോൾ എന്താണ് നിഷേധ വോട്ട് എന്ന് പറയുന്നത് നോക്കുക.
തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കുവാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന നിഷേധ വോട്ട് ഇന്ത്യയിൽ നടപ്പിലായി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കുവാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? വോട്ടർമാർക്ക് പറ്റും. ആർക്കും വോട്ട് ചെയ്യാതെ നിഷേധ വോട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് അവസാനമായി ഉൾപ്പെടുത്തിയ നോട്ട, ഓക്കെ, അതാണ് നിഷേധ വോട്ട്. അപ്പം നിഷേധ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് ഏതാണ്? അതാണ് നോട്ട എന്ന് പറയുന്നത്. നൺ ഓഫ് ദി എബവ് എന്നുള്ളതാണ് അർത്ഥം. നൺ ഓഫ് ദി എബവ് എന്നുള്ള അർത്ഥത്തിൽ നോട്ട എന്ന് കൊടുത്തിട്ടുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് നിഷേധ വോട്ടാണ്. ഒരു സ്ഥാനാർത്ഥികൾക്കും വോട്ട് പോകുന്നില്ല. നോട്ട, നൺ ഓഫ് ദി എബവ് എന്നുള്ളത്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. നിഷേധ വോട്ട് നോട്ട. അടുത്തത് ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനുമൊപ്പം ചിത്രം കൂടി പ്രദർശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. അതായത് സ്ഥാനാർത്ഥികൾക്കെതിരെ അതേ പേരുള്ള അപരന്മാർ വ്യാപകമായതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ തീരുമാനിച്ചത്. ഓക്കെ, സ്ഥാനാർത്ഥികൾക്കെതിരെ അതേ പേരിലുള്ള അപരന്മാർ മത്സരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരുടെ ഫോട്ടോ കൂടെ വെക്കാനായിട്ട് തീരുമാനിച്ചു. നിരക്ഷരരായിട്ടുള്ള വോട്ടർമാർക്ക് പോലും അവരുടെ വോട്ടവകാശം ശരിയായി വിനിയോഗിക്കാൻ, അല്ലെ, വായിക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ചിഹ്നം കണ്ടാൽ മനസ്സിലാകാത്തവർക്ക് അവരുടെ ഫോട്ടോ കാണുമ്പോൾ ഇന്ന ആൾക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം കൊടുക്കുന്ന രീതി കൊണ്ടുവന്നു. അടുത്തത് തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളും. നോക്കുക, തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളും. ഇന്ത്യയിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഓക്കെ, ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ. എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ? എന്താണ്? ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഓക്കെ, ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഗവൺമെന്റിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നു, അല്ലെ, ഗവൺമെന്റിനെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. പൊതുജന അഭിപ്രായം സ്വീകരിക്കുന്നു. ഓക്കെ, പൊതുജന അഭിപ്രായം സ്വീകരിക്കുന്നു. രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ. അടുത്തത്, ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പ്രവർത്തിക്കുന്നു. വിവിധ നയങ്ങളും പരിപാടികളും മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലകൾ? ഒന്നുകൂടെ പറയാം. ഗവൺമെന്റിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നു. പൊതുജന അഭിപ്രായം സ്വീകരിക്കുന്നു. രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു. ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പ്രവർത്തിക്കുന്നു. വിവിധ നയങ്ങളും പരിപാടികളും മുന്നോട്ട് വയ്ക്കുന്നു. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്താണെന്ന് നോക്കാം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിലെ നിലപാടുകളും അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളും ഉൾപ്പെടുത്തിയ ലഘുലേഖയാണിത്. അപ്പോൾ എന്താണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, ഇലക്ഷൻ മാനിഫെസ്റ്റോ പുറത്തിറക്കാറുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിലെ നിലപാടുകളുടെ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളും ഉൾപ്പെടുത്തുന്ന ലഘുലേഖയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. ജനാധിപത്യ പ്രക്രിയയിൽ ഏത് വ്യക്തിക്കും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ജനാധിപത്യ പ്രക്രിയയിൽ ഏത് വ്യക്തിക്കും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്യണം? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ദേശീയ പാർട്ടികളും സംസ്ഥാന, പ്രാദേശിക പാർട്ടികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയെയോ സംസ്ഥാന പാർട്ടിയായോ അംഗീകരിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പൊതുവെ ദേശവ്യാപകമായി പ്രവർത്തിക്കുന്ന ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുന്നവയാണ് ദേശീയ പാർട്ടികൾ. എന്താണ് ദേശീയ പാർട്ടികൾ? പൊതുവെ ദേശവ്യാപകമായി പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുന്നവയാണ് ദേശീയ പാർട്ടികൾ.
എന്നാൽ ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് എന്ത്? സംസ്ഥാന പാർട്ടികൾ. ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത ധാരാളം പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടികളായതിനാൽ ഇവയെ രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ദേശവ്യാപകമായി പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാവുകയും ചെയ്യുന്നത് ദേശീയ പാർട്ടികളും ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് സംസ്ഥാന പാർട്ടികൾ എന്ന് പറയുന്നത്. ഇവിടെ ദേശീയ പാർട്ടികൾ, സംസ്ഥാന പാർട്ടികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% അല്ലെങ്കിൽ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി നേടിയിരിക്കണം. ഓക്കെ, ദേശീയ പാർട്ടിയായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആ പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിട്ടുണ്ടാവണം. കൂടാതെ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. ദേശീയ പാർട്ടി ആവാനുള്ള കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സംസ്ഥാന പാർട്ടികളാവാനാണെങ്കിലോ, ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായിട്ട് പരിഗണിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കണം. ഓക്കെ, 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കണം. ദേശീയ പാർട്ടി ആവണമെങ്കിൽ 6% വോട്ടും 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് മുന്നണി രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, നൽകിയിരിക്കുന്ന പത്രവാർത്ത ശ്രദ്ധിക്കൂ. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമായി കേന്ദ്രത്തിലെ പ്രധാന മുന്നണികൾ പ്രതീക്ഷയോടെ 16ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേന്ദ്രത്തിലെ പ്രധാന മുന്നണികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പോൾ നോക്കുക, കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മുന്നണി രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കുക, തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്ന് മുന്നണി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ട്. ഇതാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്താണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ, പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ രൂപീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിനെയാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ, ഓക്കെ, ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ലഭിക്കില്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന 2 രാഷ്ട്രീയ കക്ഷികൾ 2 പേരും കൂടെ ഒന്നു ചേർന്നിട്ട് ഒരു മുന്നണി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇതിനെയാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത്തരം മുന്നണികൾ വിജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ രൂപീകരിക്കുന്ന സർക്കാരുകളാണ് മുന്നണി സർക്കാരുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നണി രാഷ്ട്രീയം പ്രയോജനമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. 1960കളിലാണ് കേരള സംസ്ഥാനത്ത് എന്ത് വരുന്നത്? ആദ്യമായി മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരുകളിൽ ഭൂരിഭാഗവും മുന്നണി സർക്കാരുകളാണ്. ഇന്ന് കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും മുന്നണി സർക്കാരുകളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നണി രാഷ്ട്രീയം പ്രായോഗികമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. 1960കളിലാണ് കേരള സംസ്ഥാനത്ത് ആദ്യമായി മുന്നണി സർക്കാർ, ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിൽ ആദ്യമായി മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം 1960കളിലാണ്. ഓക്കെ, ഇനി അടുത്തത് തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം. നോക്കുക, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് എന്ത്? തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം. അഭിപ്രായ സർവേകൾ, മാധ്യമ വിശകലനങ്ങൾ, അഭിമുഖങ്ങൾ, എക്സിറ്റ് പോള്, മുൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് ഫലങ്ങൾ പ്രവചിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം എന്ന് പറയുന്നത് നടത്തുന്നത് എന്തൊക്കെ നോക്കിയിട്ടാണ്? അഭിപ്രായ സർവേകൾ, ഓക്കെ,
വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് മാധ്യമ വിശകലനങ്ങൾ, അഭിമുഖങ്ങൾ, എക്സിറ്റ് പോള്, മുൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവ മുൻനിർത്തിക്കൊണ്ടാണ് ഫലങ്ങൾ പ്രവചിക്കാറുള്ളത്. രാഷ്ട്രീയ കക്ഷികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള പൊതുജനാഭിപ്രായം പ്രവചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലപ്പോഴും പൂർണ്ണമായി ശരിയായി കൊള്ളണമെന്നില്ല. പ്രവചനം നടത്തുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പ്രത്യേകതകൾ പരിചയപ്പെട്ടല്ലോ. ഇതുവരെ വിശകലനം ചെയ്തതിൽ നിന്നും സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിവ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് അനുമാനിക്കാം. ഇതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഉയർന്ന രാഷ്ട്രീയ അവബോധവും യുക്തിസഹനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും സജീവ രാഷ്ട്രീയ പങ്കാളിത്തവും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. എങ്കിൽ മാത്രമേ ജനാധിപത്യം അർത്ഥവത്താവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു.